തൃശ്ശൂരിലെ ട്രെയിനിൽ കുഴഞ്ഞു വീണ് പ്ലാറ്റ്ഫോമിൽ കിടന്ന് മരിച്ച യുവാവിൻ്റെ വാർത്തയിലേക്കാണ് നമ്മൾ ഇനി വരുന്നത്. ആംബുലൻസ് കിട്ടാതെ പ്ലാറ്റ്ഫോമിൽ കിടന്ന് മരിച്ചതിൽ നിർണായക വെളിപ്പെടുത്തലുമായി സഹയാത്രികയായ സുഹൃത്ത് സൂര്യ. കൃത്യസമയത്ത് ആംബുലൻസ് ലഭിക്കാതിരുന്നതാണ് ജീവൻ നഷ്ടപ്പെടാൻ ഇടയാക്കിയതെന്നാണ് സൂര്യ പറയുന്നത്. ഷൊർണൂർ പിന്നിട്ടപ്പോൾ തന്നെ ശ്രീജിത്തിന് അസ്വസ്ഥത അനുഭവപ്പെട്ടിരുന്നു. CPR കൊടുത്ത ഡോക്ടർ അപ്പോൾ തന്നെ ആംബുലൻസ് എത്തിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തതാണ്. ആംബുലൻസ് ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വണ്ടി വരെ സജ്ജീകരിക്കാനും ഈ ഡോക്ടർ ആവശ്യപ്പെട്ടു എന്നാണ് സൂര്യ പറയുന്നത്. ആംബുലൻസ് എത്തുന്നതിന് 5 മിനിറ്റ് മുമ്പാണ് പൾസ് നഷ്ടമായതെന്നും സൂര്യ പറയുന്നു. ശ്രീജിത്തിന്റെ മരണത്തിൽ പ്രതിഷേധിച്ച് ചാലക്കുടി റെയിൽവേ സ്റ്റേഷനിലേക്ക് ആദിവാസി സംഘടനകളുടെ മാർച്ച് ഇന്നുണ്ടാകും. നടരാജ് പരശുരാമാണ് തന്നെ അസ്വസ്ഥത ഉണ്ടാവുകയും ഫിക്സ് വരുന്ന പോലെ വന്നു. അത് കഴിഞ്ഞപ്പോൾ കൂടെ പാസഞ്ചറായിട്ടുണ്ടായിരുന്ന ഒരാള് ഒരു ഡോക്ടറായിരുന്നു. പുള്ളിക്കാരൻ വന്ന് നോക്കുന്നുണ്ട്, നോക്കിയിട്ട് CPR കൊടുക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് ആംബുലൻസ് എത്തിക്കാൻ പറഞ്ഞു. അപ്പം തന്നെ TTRമാരെ എല്ലാം പാസഞ്ചേഴ്സ് വിളിച്ചുകൊണ്ട് വന്ന് കാര്യം അറിയിച്ചിട്ടുണ്ട്. ഇവർ പറയുന്നത് ഇവിടെ തൃശ്ശൂർ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, എല്ലാം റെഡി ആയിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ ഞങ്ങളെ ഇറക്കിയത് മുളങ്ങുന്നത്തുക. അവിടെ എത്തി ഒരു അരമണിക്കൂറോളം അവർ CPR കണ്ടിന്യൂസ് കൊടുത്തോണ്ടിരിക്കുക. അപ്പോൾ അവിടുത്തെ റെയിൽവേ ഉദ്യോഗസ്ഥനോട് പറയുന്നുണ്ട്, TTRമാരും ചൂടാവുന്നുണ്ട്. അയാളോട് പറയുന്നുണ്ട് ഒരു വണ്ടി അറേഞ്ച് ചെയ്ത് തരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ആംബുലൻസ് എത്തിക്കാൻ പറ്റിയില്ലെങ്കിൽ ഒരു ഓട്ടോറിക്ഷയോ എന്തെങ്കിലും ആരെങ്കിലും വന്ന വണ്ടിയെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് അറേഞ്ച് ചെയ്ത് തരാൻ പറയുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് അവർ വലിയൊരു അനാസ്ഥ വരുത്തി. അരമണിക്കൂറോളം ആളെ അവിടെ കിടത്തി. ആള് 15 മിനിറ്റോളം ട്രെയിനകത്ത് കിടന്നു. അരമണിക്കൂർ ഉണ്ടായിരുന്നെങ്കിൽ ആൾക്ക് ഇവിടെ തൃശ്ശൂർ വരെ വന്ന് ഇവിടുന്ന് ആംബുലൻസ് കയറ്റാനുള്ള ഒരു സമയം ഉണ്ടായിരുന്നു. ആംബുലൻസ് എത്തുന്നതിന് 5 മിനിറ്റ് മുന്നെയാണ് പൾസ് ഇല്ലാതായത്. നടരാജ് പരശുരാം വിവരങ്ങൾ നൽകും. നടരാജ്, നേരത്തെ തന്നെ സഹയാത്രികരായ ആളുകളൊക്കെ സാക്ഷ്യപ്പെടുത്തിയത് തന്നെയാണ് ഇപ്പോൾ സൂര്യയും പറയുന്നത്. കൃത്യമായ അലംഭാവം റെയിൽവേയുടെ ഭാഗത്തുനിന്നുണ്ടായ ഒരു ജീവൻ രക്ഷിക്കാൻ സത്വരമായ ഇടപെടൽ നടത്താൻ സാധിക്കുമായിരുന്നിട്ട് പോലും അതിന് തുനിയാതിരുന്ന റെയിൽവേക്കെതിരെ തന്നെയാണ് വലിയ വിമർശനങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ ഉണ്ടാകാൻ പോകുന്നത്. സൂര്യയുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാം ഇനി ഉള്ള പ്രതിഷേധങ്ങൾ എങ്ങനെയാണ് സംഘടിപ്പിക്കുന്നത്. നടരാജ്, അങ്ങനെ തന്നെയാണ്. സൂര്യയുടെ വാക്കുകൾക്ക് വളരെ വളരെ പ്രസക്തിയുണ്ട്. ശ്രീജിത്തിന്റെ വളരെ അടുത്ത സുഹൃത്താണ് സൂര്യ. ഇരുവരും ഒരുമിച്ചാണ് കഴിഞ്ഞ ദിവസം യാത്ര ചെയ്തത്. ശ്രീജിത്തിന് ഇത്തരമൊരു അവസ്ഥ വന്നപ്പോൾ രക്ഷപ്പെടുത്താൻ മുൻപന്തിയിൽ നിന്ന ആളുകൂടിയാണ് സൂര്യ. സൂര്യയ്ക്കൊപ്പം ആ ട്രെയിനിലുള്ള മറ്റ് യാത്രക്കാരും കൂടെ ചേരുകയായിരുന്നു എന്നുള്ളതാണ് സത്യം. ഇതെന്തായാലും ഈ സംഭവത്തിൽ അധികൃതരുടെ അനാസ്ഥ വെളിവാക്കുന്ന പല വിവരങ്ങളും പുറത്തു വന്നിട്ടും ഇപ്പോഴും അധികൃതർ തങ്ങളുടെ ഭാഗത്തെ ന്യായീകരണം നടത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. റെയിൽവേ ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കുന്ന നിലപാടാണ് ദക്ഷിണ റെയിൽവേ അവരുടെ പത്രക്കുറിപ്പുകളിലൊക്കെ തന്നെ സ്വീകരിച്ചത്. റെയിൽവേയുടെ ഭാഗത്ത് വലിയ തെറ്റില്ല എന്ന് പറയുമ്പോൾ കഴിഞ്ഞ ദിവസം ആ ട്രെയിനിലുണ്ടായിരുന്ന അശ്വിൻ എന്ന യാത്രക്കാരൻ സംസാരിച്ചു. ഇന്ന് സൂര്യ തന്നെ സംസാരിക്കുന്നു. സൂര്യ ഇദ്ദേഹത്തിനൊപ്പം ഉണ്ടായ അടുത്ത സുഹൃത്താണ്. സൂര്യ പറയുന്നത് പ്രകാരം കൃത്യസമയത്ത് ആംബുലൻസ് സജ്ജീകരിച്ചില്ല എന്ന കാര്യം വീണ്ടും അടിവരയിട്ട് പറയുകയാണ്. ആംബുലൻസ് ലഭിക്കാതിരുന്നത് കൊണ്ട് തന്നെയാണ് ആ യുവാവിനെ ആശുപത്രിയിൽ എത്തിക്കാൻ കഴിയാഞ്ഞതും മരണം സംഭവിച്ചതും. ഷൊർണൂർ പിന്നിട്ടപ്പോൾ തന്നെ അസ്വസ്ഥത അനുഭവപ്പെട്ടതാണ്. അപ്പോൾ ഉദ്യോഗസ്ഥരെ അറിയിച്ചതാണ്. CPR കൊടുക്കാനൊരു ഡോക്ടർ എത്തിയിരുന്നു. ആ ഡോക്ടർ അപ്പോൾ തന്നെ ആംബുലൻസ് എത്തിക്കാൻ ആവശ്യപ്പെട്ടിരുന്നു. മുളങ്ങുന്നത്തുകാവിൽ ഇറക്കാൻ യാത്രക്കാരല്ല ചെയിൻ വലിച്ചത്, ഉദ്യോഗസ്ഥരാണ് മുളങ്ങുന്നത്തുകാവിൽ വണ്ടി നിർത്താൻ ആവശ്യപ്പെട്ടതെന്നും സൂര്യ പറയുന്നു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആംബുലൻസ് ഇല്ലെങ്കിൽ മറ്റേതെങ്കിലും വണ്ടി സജ്ജീകരിക്കാൻ താൻ ആവശ്യപ്പെട്ടെന്നും അത് നടന്നില്ലെന്നും സൂര്യ പറയുന്നുണ്ട്. ആംബുലൻസ് എത്തുന്നതിന് 5 മിനിറ്റ് മുമ്പാണ് പൾസ് നഷ്ടമായതായി അറിഞ്ഞതെന്നും പറയുന്നു. അവിടെ ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു. ഡോക്ടറുടെ വാക്കും മുഖവിലക്കെടുത്തില്ല എന്നും സൂര്യ പറയുന്നുണ്ട്. എന്തായാലും ഈ വിഷയത്തിൽ പ്രതിഷേധം വിരുമ്പുകയാണ്. ഇന്ന് ചാലക്കുടി റെയിൽവേ സ്റ്റേഷനിലേക്ക് ആദിവാസി സംഘടനകളുടെ മാർച്ചും നടക്കുന്നുണ്ട്. എന്തായാലും വിവാദം ഈ വിഷയത്തിൽ ഇപ്പോഴും തീരുന്നില്ല.